ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശാഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശാഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, സ്വർഗീയ സന്തോഷമെന്നിലുണ്ടിന്നലേക്കാൾ, സ്വർഗീയ സന്തോഷമെന്നിലുണ്ടിന്നലേക്കാളൻ പ്രിയ രക്ഷകൻ നീതിയൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ തക്കണ ഒരു ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം സുഖകരമായി ഞങ്ങൾക്ക് ഉറങ്ങുവാനും ഉണരുവാനും സ്വർഗം ഞങ്ങളെ സഹായിച്ചല്ലോ. സുബദ്ധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ച ദൈവത്തിന് സ്തോത്രം. അല്പസമയം അപ്പൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കൃപ തന്നതോർത്ത് നന്ദി പിതാവേ, നന്ദി നന്ദി അപ്പാ, നന്ദി അപ്പാ. ഞങ്ങൾക്കുള്ളവരെയും സമ്പൂർണ്ണമായും പ്രഭാതത്തിൽ സമർപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിലോട്ട് രാവിലെ സമയം ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അടിയങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരാത്മതകളൊക്കെ ബലപ്പെടണം, ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും മാറണം, എല്ലാ സൗഖ്യവും ആശ്വാസവും ഞങ്ങൾക്ക് നൽകുമാറാകണം. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും ജോലി കാര്യങ്ങളിലും വിശ്രമവേളകളിലൊക്കെയും വനപ്പച്ചൻ്റെ സാന്നിധ്യം വേണമപ്പാ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ആണുപെണ്ണുമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി എല്ലാം അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടെ നിന്നയോളം കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് നാടും വീടും വിട്ട് വിദുരിതിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സമയം ചേർത്ത് വയ്ക്കുകയപ്പാ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണേ. പഠനത്തെ മാനിക്കണേ. ജോലിയിൽ കൂടിയിരിക്കണേ. ശത്രു കാണല്ലേ. ദുഷ്ടപിശാചി തുടരുതേ. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വേണം അപ്പാ. സ്തോത്രം സ്തോത്രം. അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തിലും കൃപയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കട്ടെ അപ്പാ. പ്രാർത്ഥനയോടെ അവർ മുന്നേറട്ടെ കർത്താവ്. അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടപ്പാ. നീ ഒരു കരുണയോടെ കാത്തുകൊള്ളണമേ. ബുദ്ധിജ്ഞാനം കൊടുക്കണമേ. ഓർമ്മശക്തി കൊടുക്കണമേ. പ്രൊമറ്ററി പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, OIT എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. സ്തോത്രം. ജന്മം പഠിച്ചിട്ട് ഹല്ലേലൂയ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. നീറ്റ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കാര്യം ചേർത്ത് പിടിച്ചു കൊള്ളണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. സ്വർഗ്ഗം വരെ നല്ല വഴികളിൽ എത്തിക്കുമാറാകണം. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് കർത്താവ് പരീക്ഷ എഴുതി റിസൾട്ട് കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾക്ക് തടസ്സങ്ങൾ മുടക്കങ്ങൾ ഇട്ടുകൊണ്ട് കർത്താവ് മുൻപോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന അവസ്ഥയൊക്കെ സ്വർഗ്ഗം അറിയുന്നല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ, കരുണ തോന്നണമേ. അവരുടെ വഴികളെ നേരെയാക്കണേ എന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കളുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട്. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട്. എൻ്റെ അപ്പാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരായിരിക്കുന്ന മേഖലകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. നന്നായി പഠിക്കണം. ശത്രു കാണാതെ ദുഷ്ടപിശാചി തൊടാതെ വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിച്ച് ജയത്തോടെ നടത്തിക്കൊള്ളുമാറാകണം. ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. പുതുവർഷക്കാലം കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കൺമണി പോലെ അവരെ സൂക്ഷിച്ച് പരിപാലിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, സ്തോത്രം സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളാലും അവരെ നിറച്ചാട്ടപ്പ. പ്രത്യേകിച്ച് കർത്താവെ, ജോലി ചെയ്യുന്ന ഓരോ മക്കളെ ബലപ്പെടുത്തി കാത്തുകൊള്ളുമാറാകണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസം തികോളം കൂടെ ഇരുന്ന് സൂക്ഷിക്കുമാറാകണം. കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾക്ക് കർത്താവെ, നീ അവിടുന്ന് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളോട് മനസ്സരണമേ, കരുണ കാണിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നീരുറവ അവർക്ക് തുറന്നു കൊടുക്കണമേ. മനുഷ്യനാൽ അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സാധ്യമെന്ന് വചനമാപ്പാ. ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവെ ഒരു പരിധിയുണ്ട്. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ഹല്ലേലൂയ പരിധിയില്ലാത്ത ദൈവമാ. മനസ്സറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാ. ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അത്ഭുത വഴിവാതിൽ തുറന്നു കൊടുത്ത് സ്വർഗം മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ.
ഹല്ലേലൂയ. നന്ദി പിതാവ്. കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ ഏൽപ്പിക്കുകയാണ്. ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളുണ്ടപ്പാ, വിവാഹപ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ തക്ക തുണ ഒരുക്കണം, അവരുടെ വിവാഹം നടക്കണം. ഈ 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടപ്പാ, അവർക്ക് വലിയൊരു അത്ഭുത സാക്ഷ്യത്തിനായി ഒരുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയഹാലയിൽ കുടുംബസമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സമാധാനം ഓരോ കുടുംബത്തിന്മേലും ഐക്യമറാകണം. സന്തോഷത്തോടും സമാധാനത്തോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കിയ മതിയാകും. മദ്യത്തിലും മയക്കുമരുന്നിലും കർത്താവെ കഴിച്ചു കൂട്ടുന്ന ജീവിതങ്ങളുണ്ട്. സ്വർഗം അവർക്ക് മാനസാന്തരം നൽകിയേ മതിയാകുമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നീ അവരെ സ്വതന്ത്രരാക്കണമേ, മാനസാന്തരത്തിന് അനുഭവത്തിൽ കൊണ്ടുവരണേ അപ്പാ. വിടുതലോടെ നടത്തിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ സമയഹാലയിലെ ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നപ്പാ, നീ ഭവനം നൽകി അനുഗ്രഹിക്കണേ. വാടകൾ ഭവനങ്ങളിൽ കഴിയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ കർത്താവേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ അപ്പ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും ക്രിസ്തുവേശുവിൽ തീർത്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ് എൻ്റെ അപ്പൻ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ മേൽ കടുത്ത കരം നീട്ടിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൂതനെ ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യാദിനെ ക്രമീകരിച്ച മതിയാകും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. അപ്പാ, ഈ സമയം ഞങ്ങളുടെ ഉപജന്മാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കാൻ സ്വർഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചു കൊള്ളടേ അപ്പാ. ഒന്നിനും കുറവുകൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുരിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ അനുവദിക്കാതെ ഇന്ന് വരെ നടത്തിയെങ്കിൽ പിന്നെയും സ്വർഗം നടത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും സ്വർഗം കാത്തുകൊള്ളണം. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഹാലയിൽ ഞങ്ങളുടെ രോഗികളെ തിരുസനിൽ സമർപ്പിക്കട്ടെ. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഒന്ന് ഏൽപ്പിച്ചു തരികയപ്പാ. ICUവിലും CCUവിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ടപ്പാ. പലവിധ രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളുടെ മേലും തമ്പുരാൻ്റെ കരുണയുടെ കരം വെച്ചാട്ട്. വെന്റിലേറ്ററിൽ കിടക്കുന്നത് എൻ്റെ ജീവിതങ്ങളോട് മനസ്സലിഞ്ഞാട്ട് കരുണ തോന്നിക്കാട്ട് കർത്താവേ. സ്തോത്രം അപ്പാ. ഹാലയിൽ ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ടപ്പാ. ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന മക്കൾ, ദൈവമായ കർത്താവെ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ദൈവമേ ഹാലലുയ കർത്താവെ, ത്വക്ക് രോഗത്താൽ കർത്താവെ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, അലർജി രോഗത്താൽ ഭാരപ്പെടുന്നൊരു കർത്താവെ. സ്തോത്രം സ്തോത്രം. ആസ്മ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ, ദൈവമായ കർത്താവെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. പ്രത്യേകിച്ചും ഹാലലുയ കർത്താവ്, ചുമയാൽ പനിയാലൊക്കെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. തുമ്മലിൻ്റെ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ഹാലലുയ എൻ്റെ കർത്താവെ, ഈ സമയം മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവെ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവെ. തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. സ്തോത്രം സ്തോത്രം. ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. മനസ്സലിയണേ, കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യൻ എൻ്റെ അപ്പന കാൽവർക്കുസിലെ രക്തം ഒരു തുള്ളി മതി, ഞങ്ങൾക്ക് സകല രോഗത്തിനും സൗഖ്യം ലഭിക്കുന്നതാ. മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞവരാപ്പാ. അപ്പാ, വീൽ ചെയറിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. കിടക്കുകളിൽ കൈകാലുകൾക്ക് ചലനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അവരെ ചൊല്ലി മാനസികമായി ഭാരപ്പെടുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട് കർത്താവെ. സഹായിക്കണമേ, കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ മനസ്സലിവും കരുണയുമുള്ള ദൈവമാണല്ലപ്പാ. കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണല്ലപ്പാ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വേദനകളുടെ സങ്കടങ്ങളുടെ ഭാരങ്ങൾ, അവരെ ചൊല്ലി വേദനിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും സ്വർഗ്ഗം എടുത്ത് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഹാലലി വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് വയനാടിൻ്റെ പ്രദേശം ഓർക്കുകയാണ് കർത്താവേ. വീണ്ടും മനുഷ്യ സംഭവങ്ങളുണ്ടാകാൻ അനുവദിക്കാതെ സ്വർഗം ഞങ്ങളെല്ലാം കാത്തുകൊള്ളണമേ കർത്താവേ. നഷ്ടത്തെ ഹാലലിയ കർത്താവെ ലാഭകരമാക്കി തീർക്കാൻ കഴിവുള്ള ദൈവമേ. സകലതും നഷ്ടപ്പെട്ട തൻ്റെ മക്കൾക്ക് സകലത്തിൻ്റെ സകലതുമായി അപ്പച്ചൻ കൂടെയിരിക്കണമേ. പ്രിയപ്പെട്ടവർക്ക്, നഷ്ടപ്പെട്ടവർക്ക് എൻ്റെ അപ്പച്ചൻ കൂടെയിരിക്കണേ. ആശ്വാസത്തിൻ്റെ കരം നീട്ടണേ. സമാധാനത്തോടെ പ്രാർത്ഥനയുടെ മുൻപോട്ട് ജീപ്പാൻ അവർക്ക് കൃപ കൊടുക്കണമേ. അവരെ സഹായിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കർത്താവ് സഹായിക്കണമേ. ആരോഗ്യം ബലവും ആയുസ്സും കൊടുക്കണമേ. ഒന്നിനും കുറവുകൂടാ സ്വർഗ്ഗം എല്ലാവരെയും കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്.
ഞങ്ങളുടെ ദേശം ചുറ്റുപാട് അയൽകുടുംബം സഹോദരങ്ങളും പ്രിയപ്പെട്ട ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും ഒന്നുകൂടെ സമർപ്പിക്കുന്നു. ഹാലിൽ ദൂശേഷ വേലക്കാരെയും ഓർക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം, കാത്തുകൊള്ളണം, കൃപയിപ്പോതിനും കൂടെയിരിക്കണം. ദൈവനാമം മഹിമപ്പെടാൻ സഹായിക്കുമാറാകണം. പ്രത്യേകിച്ച് ദൈവവേല നിമിത്തം കർത്താവെ ഹാലലുയ ജയിൽവാസം അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ പീഡനം അനുഭവിക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവേ കരുണ തോന്നണമേ, മനസ്സറിയണമേ അപ്പാ, കരുണ തോന്നണമേ, അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഹാലലുയ കർത്താവേ, ദൈവജനം അവിടെയിടങ്ങളിൽ കരയുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗം കേൾക്കുമല്ലോ, മറുപടി അയക്കുമല്ലോ. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവമേ, സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഹാലലുയ സ്വർഗം ഇറങ്ങിയ ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അത്ഭുതമേറിയ വിടുതലിനായി കാത്തിരിക്കുന്നു. സ്വർഗം മാനിക്കണം, ജയത്തോടെ ഞങ്ങളെ നടത്തണം. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും കാത്തുകൊള്ളണമേ, സുരക്ഷിതമായി കൊണ്ടുവന്ന് എത്തിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും ഓരോ മക്കളെയും നിറയ്ക്കണമേ അപ്പ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.